1 2 3 സാട്ടേ. കാത്തിരുന്നത് ആ ദിവസം ഇങ്ങനെ എത്തിയല്ലേ. അതെ, തൈപ്പൂയം. ഇന്ന് തൈപ്പൂയം കാണാനായിട്ട് നമ്മൾ 4 പേരും കൂടി കുമാരേശ്വര ക്ഷേത്രം പാറയിൽ കളരി അങ്ങോട്ടത്തേക്ക് പോവുകയാണ് കേട്ടോ. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കുഞ്ഞു തിരക്ക് കാരണം ഒന്ന് ലേറ്റ് ആയി കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അതിമനോഹരമായ ഘോഷയാത്ര തന്നെയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അതുപോലെ തന്നെ വൻ തിരക്കുമായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു, അതിനൊത്ത ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് റിലേറ്റീവ്സിനെ ഇവിടെ വെച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് നാട്ടുകാരെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഉത്സവം, തൈപ്പൂയം ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലാണല്ലോ നമ്മൾ കാണാതിരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ അന്നത്തെ ദിവസം കാണാൻ പറ്റും. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ ശരിക്കും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നാരങ്ങ വെള്ളം ശരിക്കും അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ കഞ്ഞിസദ്യയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാനും എൻ്റെ അനിയത്തിയും അമ്മയൊക്കെ തലയ്ക്കുന്ന ദിവസം വന്ന് പനിനീരൊക്കെ വാങ്ങിച്ച് കൊടുക്കാറ്, അങ്ങനെ അവിടെ വെക്കാറൊക്കെയാണ് പതിവ് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ തൈപ്പൂയത്തിന് എത്താൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നല്ലേ, എന്നാലും പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പറവക്കാവടിയും പിന്നെ പാൽക്കാവടിയും ശൂലംകുത്തും ഒക്കെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നല്ല അതിമനോഹരമായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വെയിലിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുള്ളായിരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറേ കുഞ്ഞുങ്ങളൊക്കെ കരയുന്നുണ്ടായിരുന്നു, കരച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കൊച്ച് വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും വളരെ കച്ചട സ്വഭാവം കാണിക്കുന്ന കൊച്ചാണ് കേട്ടോ. ഈ കൊട്ടും ബഹളമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിനൊക്കെ ഈ കൊട്ടും ബഹളവും ഫ്ലോട്ടും ഒക്കെ കാണുമ്പോഴത്തേക്ക് കമ്മ എന്ന് വിളിക്കുന്നവൾ ഇപ്രാവശ്യം എന്തോ വലിയ കുഴപ്പമില്ലാതെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പക്വത വെച്ചതിൻ്റെയും കുറച്ച് ബുദ്ധി വെച്ചതിൻ്റെയൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് കാവടികളൊക്കെ എത്താനുണ്ടായിരുന്നു. പക്ഷേ വെയിൽ ആ ചൂടും കാരണം എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ പോകാനായിട്ട് നമ്മൾ ഇറങ്ങി. പോകുന്ന വഴിയിൽ ഐസ്ക്രീം വേണോ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ബസ്സുകൂട്ടം ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. ചുമ കാരണം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പകരം മുറുക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കോളിഫ്ലവറും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആൾ തൃപ്തനല്ലായിരുന്നു.